ഗ്രാമപഞ്ചായത്തുകളിലെ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തകർ ദുരിതത്തിൽ. യാതൊരു മുൻകരുതൽ സജ്ജീകരണങ്ങളും ഇല്ലാതെയാണ് ഇവർ ജോലി ചെയ്യുന്നത്. പലപ്പോഴും മാലിന്യങ്ങൾ നിറഞ്ഞ തോടുകൾ ഇവർ ശുചീകരിക്കേണ്ടതായി വരുന്നു. കഴുത്തറ്റം വെള്ളത്തിലിറങ്ങിയാണ് ഇവർ ജോലി ചെയ്യുന്നത്. വിവിധ പഞ്ചായത്തുകളിലെ തൊഴിലുറപ്പ് പ്രവർത്തകർ തീർത്തും ദുരിതത്തിലാണ്. തൊഴിലുറപ്പ് പ്രവർത്തകരിൽ ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീകളാണ്. എന്നാൽ ഇവർക്ക് സ്ത്രീകളാണെന്ന പരിഗണന പോലും നൽകാത്ത രീതിയിലുള്ള തൊഴിലുകളാണ് നൽകുന്നത്. വിവിധ പഞ്ചായത്തുകളിലെ വൃത്തിഹീനമായി കിടക്കുന്ന തോടുകളും കുളങ്ങളും വൃത്തിയാക്കാനുള്ള ചുമതലയാണ് ഇവർക്ക് കൂടുതലായും ലഭിക്കുന്നത്. യാതൊരുവിധ പ്രതിരോധ ചികിത്സകളും നൽകാതെയാണ് ഇവരെ ഇത്തരം ജോലികൾ ഏൽപ്പിക്കുന്നതെന്ന് പ്രവർത്തകർ പറയുന്നു. ഞങ്ങൾ 8 മണി മുതൽ 5 മണി വരെ പണിയണമെന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഈ ഇതിനകത്ത് നിന്നിട്ട് ഈ ചപ്പും ചവറും മേലൊക്കെ പിടിച്ച് കടിച്ച് വലിച്ചിട്ട് ഒക്കെ മേലൊക്കെ കടിക്കാണ്. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ഞങ്ങൾ ഈ നേരം വരെ അവർ പണിയിപ്പിക്കുകയും ചെയ്യും. ഞങ്ങളകത്ത് ഉള്ളത് മാലിന്യങ്ങൾ, കോഴിയുടെ വേസ്റ്റ്, പട്ടിയുടെ പൂച്ച, എല്ലാനും കിടാവിനെയൊക്കെ കൊന്ന് ഒഴുക്കി വിട്ടേക്കാണ് കിടാവ്. പിന്നെ മാർക്കറ്റിൽ നിന്ന് വന്ന സകല സാധനങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ട്. വിവിധ അറവുശാലകളിലെയും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളിലെയും മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്ന തോടുകളും കുളങ്ങളുമെല്ലാം വൃത്തിയാക്കാൻ നിർബന്ധിതരാകുന്ന ഇവരുടെ കൈകാലുകൾ ചൊറിഞ്ഞു തടിക്കുകയാണെന്ന് ഇവർക്ക് പരാതിയുണ്ട്. ഞങ്ങൾക്ക് മേല് മുഴുവനും കടിയാണ്, കുറച്ച് മുഴുവൻ അണ്ടാണ് ഇതിനകത്ത് വരുന്നത്. മുഴുക്ക കോഴിയുടെ വേസ്റ്റും അതിന് കണ്ട സാധനങ്ങളൊക്കെ ഒഴുക്കി വിടാനും ഞങ്ങൾക്ക് കടിച്ചിട്ട് യാതൊരു നിവൃത്തിയില്ല പണിയാനായിട്ട്. 9 പേരുണ്ട്. ആരും ഇറങ്ങിയിട്ട് വേസ്റ്റ് കണ്ടിട്ട് ഇപ്പൊ 4-ാം വാർഡിൽ നിന്ന് 3 പേരും കൂടി വന്നുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ. തുച്ഛമായ വേതനത്തിനു വേണ്ടി പണിയെടുക്കുന്ന ഇവർ വൃത്തിഹീനമായ സ്ഥലങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ടുതന്നെ ഇത്തരം തൊഴിൽ ചെയ്യാൻ നിർബന്ധിതരാകുന്നു. അപ്പൊ ഞങ്ങൾക്ക് വേറെ ഇവിടെ പണി ഉണ്ടായിട്ടാണ് ആ പണി തരാതെ ഈ പണി തന്നെ തന്നു. ഞങ്ങൾക്കൊരു പ്രതിരോധ കുത്തിവയ്പ് പോലും വെക്കാതെയാണ് ഞങ്ങളെ 21 പേരെ 21-ൽ 2 പേർക്ക് 100 പണി ബാക്കി 19 വരെ ഈ തോട്ടിലേക്ക് ഇറക്കിയത്. എന്ത് പണി ചെയ്യാനും ഞങ്ങൾ സന്നദ്ധരാണ്. ഏത് പണി വേണമെങ്കിലും ഞങ്ങൾ ചെയ്യും. എല്ലാ മാലിന്യങ്ങളും കൊണ്ടുവന്ന് അവിടെ തള്ളാണ്. ഇറച്ചിയുടെയും കോഴിയുടെയും ആഹാരത്തിൻ്റെയും എല്ലാ വേസ്റ്റും മട്ടന്മാരെ മുടി വെട്ടുന്നത് മുതൽ ബ്ലേഡ് മുതൽ കൊണ്ടിട്ടേക്കാണ്. ഇപ്പം ഞങ്ങളിവിടെ പണതിൻ്റെ ഓരോ രംഗങ്ങളീ കാണുന്നതല്ല, അത് പണ്ണം കൊള്ളയ്ക്കാണ് കിടക്കുന്നതൊക്കെ. അപ്പോൾ ഇത് ഞങ്ങൾ വലിച്ച് പാവിൽ വാരുമ്പോൾ ഇത് പൊങ്ങി വരും. അപ്പം ഞങ്ങൾ വലിച്ച് നോക്കിയിട്ടാണ്. ഈ ഞങ്ങൾ നിർബന്ധമായിട്ട് ഇത് പണതില്ലെങ്കിൽ ഞങ്ങൾക്ക് പണി ഉണ്ടാവില്ല. 150 രൂപ കിട്ടും. ഈ 150 രൂപയ്ക്ക് ഞങ്ങൾ എണ്ണയും മേടിക്കണം, കുഴമ്പും മേടിക്കണം, എല്ലാം ചെയ്യണം. പഞ്ചായത്തുകാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ചെന്ന് ഉളിയെ വാരി തരും. ആ ഉളിയെ മേടിച്ച് കഴിച്ചാൽ കുഴപ്പമില്ല. അതാണ് അവരെ നിർബന്ധം. അല്ലാണ്ട് നമുക്ക് ഇതിനകത്ത് പ്രത്യേക ഇതൊന്നും നമുക്ക് ഇതിനകത്ത് ഇല്ല ആരുടെയും കയ്യിൽ നിന്ന്. നമ്മളേലും കൂടുതൽ ശമ്പളം മേടിക്കുന്നവർ പോലും അത് വന്ന് നോക്കില്ല. അപ്പോൾ നമ്മളെന്തെങ്കിലും പറയും നിങ്ങൾക്ക് പറ്റിയെങ്കിൽ പണി, ഇല്ലെങ്കിൽ കയറി പോകുന്നു പറയും. ഇത്രേ ഉള്ളൂ ഇത്. തൊഴിലുറപ്പ് പ്രവർത്തകർക്ക് ഇത്തരം ജോലിക്ക് നിൽക്കുമ്പോൾ അപകട സാധ്യതയുള്ള ജോലികളാണെങ്കിൽ അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ആവശ്യമുള്ളപ്പോൾ പ്രതിരോധ കുത്തിവയ്പ്പുകളും നൽകാൻ അധികൃതർ തയ്യാറാകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു.